സെക്ഷൻ 41 ഓഫ് പോക്സോ ആക്ട്. ഇത് നമ്മുടെ ഹൈക്കോടതി, കേരള ഹൈക്കോടതി ഒരു വിധി പ്രസ്താവന നടത്തിയുണ്ടായി. അതിനകത്ത് പോക്സോ ആക്ട് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി, ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മെഡിക്കൽ എക്സാമിനേഷൻസ് ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് ലോഫുൾ ഗാർഡിയൻ വിത്ത് ദ പാരന്റൽ കൺസേൺ, അത് അതിൻ്റെ അകത്ത് ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് സെക്ഷൻ 41 പോക്സോ ആക്ട് സംസാരിക്കുന്നത്. സോ ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഡീൽ ചെയ്യുന്ന കേസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CM അബൂബക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഡോക്ടർ CM അബൂബക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിനെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി ഡോക്ടറിന്റെ അടുത്ത് വരുവാണ് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട്. അവർക്ക് വയറുവേദന, സ്റ്റൊമക് പെയിൻ, ചെസ്റ്റ് പെയിൻ ആൻഡ് കോളർ ബോൺ പെയിൻസ്, ഇതൊക്കെ ആയിട്ടാണ് കുട്ടി വരുന്നത്. കുട്ടി വരുമ്പോൾ ഡോക്ടർ ഒബിയസ്ലി ചെക്ക് ചെയ്യുന്നു, എക്സ്റേ സ്കാൻ റിപ്പോർട്ടായിട്ട് പിന്നെ വരാൻ പറയുന്നു. കുട്ടീനെ അക്കമ്പനി ചെയ്തത് കുട്ടിയുടെ മദറാണ്. മദർ വന്ന് കുട്ടീനെ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആദ്യം ടെലസ്കോപ്സ് വെച്ചിട്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡോക്ടർ കൈ വെച്ച് കുട്ടീൻ്റെ ചെസ്റ്റും ബ്രസ്റ്റും പ്ലസ് അബ്ഡമൻസും പ്രസ് ചെയ്ത് നോക്കുന്നു. അത് കുട്ടിക്ക് അലോചകമായി തോന്നി. ആ കുട്ടി അത് സിസ്റ്ററിനോട് പറയുകയുണ്ടായി, എനിക്കത് ബാഡ് ടച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്താണ് ബാഡ് ടച്ച്? കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടിക്ക് എന്താണ് ബാഡ് ടച്ച് എന്ന് അത് ഫീൽ ആയത് അങ്ങനെയായിരിക്കും. സോ ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് ടൈം കുട്ടി മെഡിക്കൽ പ്രാക്ടീഷനെ കാണാൻ വരുമ്പോൾ സെയിം സിസ്റ്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് ഡോക്ടർ പിന്നെയും കുട്ടീനെ റിപ്പോർട്ട്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് സെയിം പ്രൊസീജിയർ പിന്നെയും ചെയ്തു. പ്രസ് ചെയ്തു, ചെസ്റ്റും ബ്രസ്റ്റും പിന്നെ ആബ്ഡമൻസ് ഒക്കെ പ്രസ് ചെയ്തു. ഇത് കണ്ടപ്പോൾ കുട്ടിയുടെ സിസ്റ്റർക്ക് റേസ് ചെയ്തു. കുട്ടി സിസ്റ്റർ ദേഷ്യം വന്നു റേസ് ചെയ്തു. അവര് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു, മജിസ്ട്രേറ്റിന് മൊഴിയും കൊടുത്തു. എന്താ പറയാ, ബാഡ് ടച്ച് ആണ് ഫീൽ ചെയ്തത്, സെക്ഷുവൽ ഇന്റൻഷൻ ഉണ്ടാകുന്ന ഡോക്ടറിന് പറഞ്ഞിട്ട്. പക്ഷെ കോടതി ഇത് രണ്ടുപേരുടെ വാദങ്ങൾ കേട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ ഒരിക്കലും ഒരു പ്രസൻസ് ഓഫ് പാരന്റ്സ് ഓർ ഗാർഡിയൻ, ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടന്നിരിക്കുന്നത് പ്രസൻസ് ഓഫ് ഗാർഡിയൻ അല്ലെങ്കിൽ മദറിന്റെ സിസ്റ്ററിന് മുമ്പിൽ വെച്ചാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഡോക്ടർക്ക് ഒരിക്കലും ഒരു മോശമായ ഒരു കുട്ടിയോട് പെരുമാറാൻ പറ്റില്ല. അവർ സമ്മതത്തോടെയാണ് ഡോക്ടർ ആ കുട്ടീനെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല, അങ്ങനെ സെക്ഷൽ ഇന്റൻഷൻ ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പൂർണ്ണമായ കാര്യങ്ങൾ അതിനകത്ത് സ്റ്റഡി ചെയ്ത് ഈ കേസ് ക്വാഷ് ചെയ്യുകയാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കേസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കേസിനെ കുറിച്ച് അറിയാം. ഓക്കെ, താങ്ക് യു.